ഇന്ത്യൻ സായുധ സേനയുടെ 3 വിഭാഗങ്ങളായ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയ്ക്കിടയിൽ ഏകോപനവും കമാൻഡ് കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ 2023 ഇന്റർ സർവീസസ് ഓർഗനൈസേഷൻസ് ആക്ടിന്റെ കീഴിൽ പുതിയ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തു. ഈ നീക്കം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സുപ്രധാന സൈനിക ദൗത്യത്തിന് പിന്നാലെ വന്നതിനാൽ ശ്രദ്ധേയമാണ്. ഈ ദൗത്യത്തിന്റെ ഭാഗമായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലും സ്ഥിതി ചെയ്യുന്ന ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ കൃത്യമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഈ സൈനിക നടപടിയുടെ വിജയം 3 സേനാ വിഭാഗങ്ങളുടെയും സംയുക്ത പ്രവർത്തനത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് അഭിസംബോധന ചെയ്തതിന് തൊട്ടു പിന്നാലെ ചൊവ്വാഴ്ച അദ്ദേഹം പഞ്ചാബിലെ ആദാംപൂർ വ്യോമതാവളം സന്ദർശിച്ചത് ഈ നിയമത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള രാഷ്ട്രീയ നീക്കമായി വിലയിരുത്തപ്പെടുന്നു. 2023 ഇന്റർ സർവീസസ് ഓർഗനൈസേഷൻസ് ആക്ട് ഇന്ത്യൻ സായുധ സേനയുടെ 3 വിഭാഗങ്ങൾക്കിടയിലെ സംയുക്ത പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനും കമാൻഡ് ഘടന മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് രൂപീകരിച്ചത്. 2023 പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ ഈ ബില്ലിന് 2023 ഓഗസ്റ്റ് 15 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. 2024 മെയ് 8 ഗസറ്റ് വിജ്ഞാപന പ്രകാരം 2024 മെയ് 10 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. ചൊവ്വാഴ്ച വിജ്ഞാപനം ചെയ്ത ചട്ടങ്ങൾ ഈ നിയമത്തിന്റെ പൂർണ്ണമായ പ്രവർത്തനക്ഷമത ഉറപ്പാക്കുന്നതിനാണ്. ഇത് ഇന്റർ സർവീസസ് ഓർഗനൈസേഷനുകളുടെ കമാൻഡർ ഇൻ ചീഫുമാർക്കും കമാൻഡിംഗ് ഓഫീസർമാർക്കും അവയുടെ കീഴിലുള്ള 3 സേനാ വിഭാഗങ്ങളിലെയും ഉദ്യോഗസ്ഥർക്ക് മേൽ അധികാരം വിനിയോഗിക്കാൻ അനുവദിക്കുന്നു. ഇതിലൂടെ ഫലപ്രദമായ അച്ചടക്കം, കാര്യക്ഷമമായ ഭരണം, മെച്ചപ്പെട്ട സംയുക്ത പ്രവർത്തനം എന്നിവ ഉറപ്പാക്കാനാകും. പ്രതിരോധ മന്ത്രാലയം എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ ഈ ചട്ടങ്ങൾ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിനും സേനകൾക്കിടയിലെ ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുമെന്ന് വ്യക്തമാക്കി. ഈ നിയമം തിയേറ്റർ കമാൻഡുകൾ, സംയുക്ത പരിശീലന സ്ഥാപനങ്ങൾ, ലോജിസ്റ്റിക് യൂണിറ്റുകൾ, സൈബർ യുദ്ധ യൂണിറ്റുകൾ തുടങ്ങിയ ഇന്റർ സർവീസ് ഓർഗനൈസേഷനുകളുടെ തലവന്മാർക്ക് വ്യക്തമായ കമാൻഡ്, നിയന്ത്രണം, അച്ചടക്ക അധികാരങ്ങൾ എന്നിവ നൽകുന്നു. ഈ ഘടനകളിൽ കരസേന, നാവികസേന, വ്യോമസേന എന്നിവയിലെ ഉദ്യോഗസ്ഥർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. പുതിയ ചട്ടങ്ങൾ ISOകളുടെ കമാൻഡർ ഇൻ ചീഫുമാർക്കും കമാൻഡിംഗ് ഓഫീസർമാർക്കും അവയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനും അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനും നിയമപരമായ അധികാരം നൽകുന്നു. എന്നാൽ ആർമി ആക്ട്, നേവി ആക്ട്, എയർഫോഴ്സ് ആക്ട് എന്നിവയ്ക്ക് കീഴിലുള്ള നിലവിലുള്ള സേനാ വ്യവസ്ഥകളും ചട്ടങ്ങളും മാറ്റമില്ലാതെ തുടരുന്നു. ഇത് ഓരോ സേനാ വിഭാഗത്തിന്റെയും തനതായ വ്യക്തിത്വവും നിയമങ്ങളും സംരക്ഷിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു നാവികസേന ഉദ്യോഗസ്ഥൻ ഒരു ISOയുടെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ അവന് ബാധകമാവുന്നത് നേവി ആക്ടിന്റെ വ്യവസ്ഥകൾ തന്നെയാണ്. ആധുനിക യുദ്ധത്തിന്റെ സങ്കീർണതകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സായുധ സേനയുടെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള സംയുക്ത പ്രവർത്തനം നിർണായകമാണ്. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ വ്യതിരിക്തമായ കഴിവുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ യുദ്ധകളത്തിൽ കൂടുതൽ ഫലപ്രദമായ പ്രതികരണങ്ങൾ നടത്താനും വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കാനും സാധിക്കും. ഉദാഹരണത്തിന്, വ്യോമസേനയുടെ പിന്തുണയോടെ കരസേനയ്ക്ക് ശത്രുസ്ഥാനങ്ങളിൽ ആക്രമണം നടത്താം, അല്ലെങ്കിൽ നാവികസേനയ്ക്ക് വ്യോമ പിന്തുണ ലഭ്യമാക്കാം. ഈ നിയമം സംയുക്ത ദൗത്യങ്ങളിൽ വേഗത്തിലുള്ള തീരുമാനമെടുക്കൽ, വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം, അധികാരത്തിന്റെ വ്യക്തത എന്നിവ ഉറപ്പാക്കും. മുമ്പ് സംയുക്ത വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മേൽ അച്ചടക്ക നടപടികൾ എടുക്കുന്നതിനോ കമാൻഡ് അധികാരം വിനിയോഗിക്കുന്നതിനോ ചില നിയമപരമായ അവ്യക്തതകൾ ഉണ്ടായിരുന്നു. ഈ നിയമം ഈ പ്രശ്നം പരിഹരിക്കുകയും തീരുമാനമെടുക്കൽ പ്രക്രിയ വേഗത്തിലാക്കുകയും ചെയ്യുന്നു. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരെ നടത്തിയ കൃത്യമായ മിസൈൽ ആക്രമണങ്ങൾ ഈ നിയമത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഇത്തരം ദൗത്യങ്ങളിൽ 3 സേനകളുടെയും അതിവേഗവും കാര്യക്ഷമവുമായ ഏകോപനം അനിവാര്യമാണ്. ഈ നിയമം തന്ത്രപരമായ നീക്കങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാനും ദൗത്യങ്ങൾ ഫലപ്രദമാക്കാനും സഹായിക്കുന്നു. കൂടാതെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ദീർഘകാല പരിഷ്കരണ പദ്ധതിയുടെ ഭാഗമായി തിയേറ്റർ കമാൻഡുകൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ കമാൻഡുകൾ പ്രത്യേക ഭൂമിശാസ്ത്രപരമായ മേഖലകളിൽ 3 സേനകളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് രൂപീകരിക്കപ്പെടുന്നു. ഉദാഹരണത്തിന്, വടക്കൻ അതിർത്തിയിലോ കിഴക്കൻ തീരപ്രദേശത്തോ ഒരു തിയേറ്റർ കമാൻഡ് സ്ഥാപിക്കപ്പെട്ടാൽ ഒരു ഏകീകൃത കമാൻഡറുടെ കീഴിൽ 3 സേനകളും പ്രവർത്തിക്കും.
ഈ നിയമം അത്തരം ഘടനകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ഈ നിയമം ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ ഒരു സുപ്രധാന പരിഷ്കരണമാണ്. ആധുനിക യുദ്ധത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യൻ സായുധ സേനയെ കൂടുതൽ സജ്ജമാക്കുന്നതിന് ഈ നിയമം സഹായിക്കും. സൈബർ യുദ്ധം, ഡ്രോൺ സാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സംയുക്ത പ്രവർത്തനം കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ദൗത്യങ്ങൾ ഈ നിയമത്തിന്റെ പ്രസക്തി ഊട്ടിയുറപ്പിക്കുകയും ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു.